ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പായസമാണ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് ഉണ്ടാക്കാറുണ്ട്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം കൂടിയാണ്. ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസം കൂടിയാണിത്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ഗ്ലാസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കപ്പ് യൂസ് ചെയ്യാം. ഏതാണെങ്കിലും അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഏത് തരം നുറുക്ക് ഗോതമ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഈ ടൈപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം നമ്മളെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിയാലും നമ്മൾക്ക് വറ്റിച്ചെടുക്കാം, വെള്ളം കുറഞ്ഞാലാണ് അടിക്ക് പിടിക്കുക. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ കറക്റ്റ് പാകമായിട്ടാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഇനി ഇത് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം സ്റ്റീമെല്ലാം പോയിട്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ വെള്ളമൊന്നും ബാക്കിയില്ല, കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, അടിക്ക് പിടിച്ചിട്ടില്ല. ഞാനിവിടെ ചെറിയ കുക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കുക്കറും യൂസ് ചെയ്യാം. ഇനി കുക്കർ അടച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള പോലെ വരും. അതുകൊണ്ട് അടച്ച് വെച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ശരിയാക്കാം. ഇതിനകത്തോട്ട് കുറച്ച് നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ വറുത്തിടുന്നുണ്ട്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നട്ട്സാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നട്ട്സും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തില്ലെങ്കിലും ഈ പായസത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഒരുമിച്ചും ഫ്രൈ ചെയ്യാം. അതായത് കാഷ്നട്ട് ഫ്രൈ ചെയ്ത് ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമ്മൾക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ഏലക്കാപ്പൊടി യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് നെയ്യിലിങ്ങനെ വറുത്തിട്ടാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും പായസത്തിന്. ഇപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരിയും ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് നെയ്യ് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ നെയ്യും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യും കൂടെ വരുമ്പോഴാണ് പായസത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് 1 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ആദ്യമേ ഇളക്കി കൊടുത്താൽ ഇത് സ്പൂണിനകത്തെല്ലാം ഒട്ടിപ്പിടിക്കും. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ നമ്മളുടെ പായസത്തിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ ഒരു കളറിലാണ് നമ്മൾക്കിത് കിട്ടേണ്ടത്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്ത ഉടനെ ഇത് ചെറുതായിട്ടൊന്ന് കട്ടയാവും. അത് കുഴപ്പമില്ല, ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോൾ ഇത് മെൽട്ടാവും. നല്ലപോലെ എല്ലാം കൂടെ മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് നല്ല ഒരു മണമായിരിക്കും വരുന്നത്. കാരമലൈസ്ഡ് ആയിട്ടുള്ള ഷുഗറും ബട്ടറും കൂടെ ചേർന്ന് നല്ല ഒരു ടോഫിയുടെയൊക്കെ ഒരു മണമായിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് കൊടുത്തു. ഇത് ചെറുതായിട്ടൊന്ന് കട്ടയാവുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോൾ ബട്ടർ ഇതിനകത്തോട്ട് മിക്സ് ആയിക്കോളും. നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പേ തന്നെ ബട്ടറെല്ലാം ഫ്രിഡ്ജിനകത്തുനിന്ന് പുറത്തിറക്കി വെക്കണം. ഇത് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം നമ്മൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 1 ലിറ്റർ പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും നേരത്തെ തന്നെ റൂം ടെമ്പറേച്ചറിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് തിളപ്പിച്ച് ചെറിയ തീയിൽ മാറ്റി വയ്ക്കുക. പാട കിട്ടാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കൂടുതലുള്ള പാലൊക്കെ ആണെങ്കിൽ അപ്പോൾ 1 ലിറ്ററിന് കുറച്ചും കൂടെ കൂടുതൽ എടുക്കേണ്ടി വരും. 1.5 ലിറ്ററൊക്കെ വേണ്ടി വരും. കാരണം നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ കുറച്ച് പാല് കുറയും. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഫുൾ ക്രീം മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ഫാറ്റ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പാല് നമ്മൾ ഒഴിച്ച ഉടനെ ഇതുപോലെ കട്ടയായിട്ടായിരിക്കും ഇതിരിക്കുക. അത് കുഴപ്പമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് മെൽട്ടായിക്കോളും. നമ്മളിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച നുറുക്ക് ഗോതമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരുപാട് കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറെല്ലാം കുറച്ച് മാറിയിട്ടുണ്ട്.
ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം നോക്കാം. കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ഷുഗർ ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വേറെ ഷുഗറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതിനകത്ത് കട്ടകളുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് കട്ടകളൊന്നുമില്ല. അഥവാ കട്ടകൾ വന്നാൽ ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ മതി. ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പായസത്തിൻ്റെ കളറ് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാവും. നമ്മൾ ഓൾറെഡി കാരമലൈസ് ഒക്കെ ചെയ്തതുകൊണ്ട് ഈ പായസത്തിന് കളർ ഓൾറെഡി ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മുടെ പായസമെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഷുഗറിൻ്റെ ലെവലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഏലക്കാപ്പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 2-3 ഡ്രോപ്സ് വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പായസം ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നന്നായി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ തണുക്കുമ്പോൾ ഇത് കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ പിന്നെ തണുക്കുമ്പോൾ ഇത് കുറേയും കൂടെ കട്ടിയായിരിക്കും പായസം. നല്ലൊരു മണമായിരിക്കും ഇപ്പം വരുന്നത്. ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു മണമാണ് ഇപ്പോൾ വരുന്നത്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്താലും ഇത് പാട കെട്ടാതിരിക്കാൻ കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം. നുറുക്ക് ഗോതമ്പ് പായസം നമ്മൾ പലതരത്തിലും ഉണ്ടാക്കാറുണ്ട്. നോർമൽ പാലൊഴിച്ചിട്ട് വെറുതെ ഉണ്ടാക്കാറുണ്ട്. അതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇളക്കി കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഇപ്പോൾ നമ്മുടെ പായസം കറക്റ്റായിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. കുടിക്കാൻ പറ്റിയ ചൂടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസം കൂടിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം. ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഈ പായസം എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.